ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കട്ട്ലറ്റാണ്, ചിക്കൻ കട്ട്ലറ്റ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ചിക്കൻ, അതായത് എല്ലില്ലാത്ത നല്ല കഷ്ണങ്ങൾ നോക്കി തിരിച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ആദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഏകദേശം 2 വിസിലാകുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അങ്ങനെ നമുക്കത് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ കട്ട്ലറ്റിന് ബാക്കി നമുക്ക് വേണ്ടത് പൊട്ടറ്റോയും സവാള, പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണ്. അതും ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞത് മുറിച്ച് കഷ്ണങ്ങളാക്കിയതും കൂടെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അത് നന്നായിട്ട് വേവണം. നമുക്കതൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് വെള്ളം മതി. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതും കൂടെ നമ്മളൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് വേണ്ട കുറച്ച് സവാളയും വെളുത്തുള്ളിയാണ്. പിന്നെ നമ്മൾ ചിക്കൻ വെന്ത് നമ്മളിങ്ങനെ പിച്ച് പറിച്ച് അത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മസാലപ്പൊടി, ചിക്കൻ മസാല. അപ്പോൾ ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ചിക്കൻ കട്ട്ലറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ പഴംപൊരിയൊക്കെ പോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കുറച്ചൊരു സമയം വേണ്ടിയൊരു പരിപാടിയാണ് കേട്ടോ. അതായത് ഒത്തിരി ബുദ്ധിമുട്ടില്ല, എന്നാലും കുറച്ചൊരു സമയം വേണം. കാരണം നമുക്കിങ്ങനെ 2-3 ട്രിപ്പായിട്ട് ഇതെല്ലാം ഒന്ന് വേർതിരിച്ച് എടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൂ. പക്ഷേ നമുക്ക് കടയിലേക്ക് കിട്ടുന്ന നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച 3 ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും, അതിനകത്തേക്ക് നമ്മൾ ചിക്കൻ വെന്ത് നമ്മൾ ഇങ്ങനെ ആക്കിയെടുത്തതും, അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ വഴറ്റി വെച്ച മസാലക്കൂട്ട്, സവാളയൊക്കെ വഴറ്റി മസാല, അതും കൂടെ ഇത് 3ഉം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ നമുക്ക് അതിനകത്ത് ബ്രെഡ് പൊടിച്ചതും കൂടെ കുറച്ചൊന്ന് ചേർത്തിട്ട് അതിൻ്റെ ഒരു ഒരു പാകമാക്കി എടുക്കണം കേട്ടോ. പിന്നെ വേണ്ടതൊരു മുട്ടയാണ്. അപ്പോൾ നമ്മൾ ഒരു മുട്ട അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അത് ഒന്ന് ഇളക്കി വെക്കുന്നുണ്ട്. ഇനി നമ്മളിതാ കുഴച്ച് വെച്ച ഈ മാവ് ഉരുട്ടി അതൊന്ന് ചെറുതായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഈ കലക്കി വെച്ച മുട്ട അതിൻ്റെ പുറത്തൊന്ന് തേച്ച് കൊടുത്തിട്ട് ബ്രെഡ് പൊടിച്ചതിൽ മുക്കി പൊരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു കൈ കൊണ്ട് ചെയ്യുന്നത്, നമ്മൾ 2 കൈ കൊണ്ട് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മളിത് മുട്ട കലക്കി വെച്ച മുട്ട അതിൻ്റെ പുറത്ത് ഒന്ന് പുരട്ടിയെടുക്കണം. അതായത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് അതിനകത്തേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഇതെല്ലാം വെന്ത സാധനങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡ് പൊടിച്ചത് അതൊന്ന് ഈ മുട്ടയും കൂടെ ഒന്ന് മൊരിഞ്ഞെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒത്തിരി എണ്ണയ്ക്കകത്ത് മുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേങ്കിൽ കുറച്ചെണ്ണയിലാണെങ്കിൽ നമ്മൾ തിരിച്ച് മറിച്ചിട്ടിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുത്താൽ മതി. കാരണം ഇതിനകത്ത് വേവാനായിട്ടൊന്നുമില്ല, നമ്മളെല്ലാം വെന്ത് നമ്മൾ ഇളക്കിയെടുത്ത സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ഒത്തിരി എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. കുറച്ച് എണ്ണ, ഒരു ഭാഗം മുരിയാനുള്ള അത്ര എണ്ണയിൽ വെച്ചാണ് കേട്ടോ ഞാനത് ചെയ്തെടുക്കാറ്. അപ്പോൾ കണ്ടില്ലേ, ഒരു വശം എണ്ണയിൽ ആവുന്നതേ ഉള്ളൂ. അതിന് ശേഷം അതൊന്ന് മറിച്ചിട്ട് 2 ഭാഗവും മൊരിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ഇത് ശരിയാവില്ലേ, നമ്മൾ ചെയ്ത് നോക്കിയാൽ ശരിയാവില്ലേ എന്നൊന്നും വിചാരിക്കേണ്ട. കാരണം ഇത് ശരിയാവാതിരിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം എല്ലാവരും ഉണ്ടാക്കിയാലും ശരിയാവുകയൊന്നുമില്ല, നന്നായിട്ട് ശരിയാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ആ മാവ് കുഴയ്ക്കുന്നതിൽ ഇപ്പം വെള്ളം കൂടിപ്പോകുന്ന പോലെയോ കൺസിസ്റ്റൻസിയിൽ എന്തെങ്കിലും നമുക്ക് കുഴയ്ക്കുമ്പോൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ബ്രെഡിൻ്റെ പൊടിച്ചതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഒരു പാകത്തിനാക്കി എടുത്താൽ മതി. ഓക്കെ, കണ്ടില്ലേ. അപ്പോൾ 2 ഭാഗവും തിരിച്ചിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ നമുക്ക് കുറേ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കുറേ എണ്ണം ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ആഗ്രഹത്തിനനുസരിച്ച് ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യാം. നമുക്ക് ഒത്തിരി മടുപ്പൊന്നും തോന്നില്ല, നന്നായിട്ട് കഴിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്
അപ്പോൾ ഇതാ കണ്ടില്ലേ, അത് പൊടിച്ച് കാണിച്ചു തരാം. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ, കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ് റെഡി. അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാബ്.